Hi everyone, welcome to A Plus Training Solutions. Hope you are doing good. So നമ്മുടെ എക്കോണമി ആൻഡ് സൊസൈറ്റി അതിൻ്റെ നമ്മൾ ഏകദേശം ഒരു 90% ക്ലാസ്സുകൾ നമ്മളിപ്പം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ബാലൻസ് കുറച്ച് പോർഷനും കൂടെ ഉണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഗ്ലോബൽ ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ്സ് അതുപോലെ തന്നെ ടൂറിസം, ഇത് രണ്ടും എങ്ങനെയാണ് നമ്മളുടെ സൊസൈറ്റിയിലെ എക്കോണമിയെ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ആൻഡ് എക്കോണമിയുമായിട്ട് ഇതെങ്ങനെ റിലേറ്റ് ചെയ്ത് പറയാം, എത്രത്തോളം ഇമ്പാക്റ്റ് ഇത് ഉണ്ടാക്കുന്നുണ്ട്, ഏത് രീതിയിലാണ് ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. എന്താണ് ഗ്ലോബൽ ബിസിനസ് കോർപ്പറേറ്റ്സ്, അല്ലെങ്കിൽ എന്താണ് ടൂറിസം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഗ്ലോബൽ ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ്സ്. എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Global business and corporations play a pivotal role in shaping the contemporary economic landscape, driving economic growth, fostering innovation and facilitating international trade and investment. അപ്പോൾ ഈ നമ്മളുടെ ഈ ഗ്ലോബൽ ബിസിനസ്സും കോർപ്പറേഷൻസും ആണ് നമ്മളുടെ ഇന്നത്തെ കണ്ടംപററി എക്കോണമിക് ലാൻഡ്സ്കേപ്പിനെ ഷേപ്പ് ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇതെങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ എക്കോണമിക് ഗ്രോത്തിനെ അല്ലെങ്കിൽ അതിനെ വീണ്ടും ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഘടകമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഇന്നവേഷൻസിനെ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, നമ്മളുടെ ഇവിടുത്തെ അന്താരാഷ്ട്ര തരത്തിലുള്ള കച്ചവടങ്ങളും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റും ഇന്റർനാഷണൽ ട്രേഡിനെ ഇതിനെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഏത്, നമ്മളുടെ ഗ്ലോബൽ ബിസിനസ് ആൻഡ് കോർപ്പറേഷൻസ്. ഓക്കെ, The rise of globalization has led to the emergence of multinational corporations that operate across borders, influencing the economies of nations worldwide. അപ്പോൾ ഈ ഗ്ലോബലൈസേഷൻ്റെ ഒരു വളർച്ച, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഗ്ലോബലൈസേഷൻ്റെ വളർച്ചയോട് കൂടിയാണ് ഈ പറയുന്ന MNCs, മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ ഒരു എമർജൻസ് ഉണ്ടാകുന്നത്. ഈ ഒരു മൾട്ടിനാഷണൽ കമ്പനീസ് നമുക്കറിയാം, ലോകമെമ്പാടും അവർക്ക് ബ്രാഞ്ചസ് കാണും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മൾട്ടിനാഷണൽ കമ്പനീസ് ആണ് പിന്നീട് ദാറ്റ് ഓപ്പറേറ്റ് അക്രോസ് ബോർഡേഴ്സ്, ഇൻഫ്ലുവൻസിങ് എക്കോണമീസ് ഓഫ് നേഷൻസ് വേൾഡ് വൈഡ്. ഈ ഒരു മൾട്ടിനാഷണൽ കമ്പനീസ് എത്തിയതിന് ശേഷം, ഗ്ലോബലൈസേഷൻ വഴി മൾട്ടിനാഷണൽ കമ്പനീസ് എത്തിയതിന് ശേഷമാണ് ഈ പറയുന്ന എന്തുണ്ടാകുന്നത്, ഈ ഒരു ബോർഡേഴ്സ് കടന്നു, ഇത് ഇങ്ങനെ അക്രോസ് ബോർഡേഴ്സ് ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവഴി പല രാജ്യങ്ങളുടെ എക്കോണമീസ് ഇതെന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് വേൾഡ് വൈഡ് ആയിട്ട്. ഓക്കെ, സോ റൈസ് ഓഫ് ഗ്ലോബലൈസേഷൻ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. സോ നമുക്കിനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഓഫ് ഗ്ലോബൽ ബിസിനസ്, ഈ ഗ്ലോബൽ ബിസിനസ് വഴി ഉണ്ടാകുന്ന ബെനിഫിറ്റ്സിനെ പറ്റി ഒന്ന് നോക്കാം. ഗ്ലോബൽ ബിസിനസ് ഹാസ് ബ്രോട്ട് ന്യൂമറസ് ബെനിഫിറ്റ്സ് ടു അവർ കൺട്രി, ഇൻക്ലൂഡിംഗ് ജോബ് ക്രിയേഷൻ, എക്കോണമിക് ഗ്രോത്ത് ആൻഡ് ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ. അപ്പോൾ ഈ ഗ്ലോബൽ ബിസിനസ് ഇവിടെ ഒരുപാട് ബെനിഫിറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ എന്തൊക്കെ പെടും? ഒന്ന്, ജോബ് ക്രിയേഷൻ, ഇവിടെ തൊഴിലവസരങ്ങൾ ഒരുപാട് സൃഷ്ടിക്കുന്നുണ്ട്. എക്കോണമിക് ഗ്രോത്ത്, ഇവിടുത്തെ സാമ്പത്തിക വളർച്ചയെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ, ഇവിടെ ഒരു ടൈപ്പ് ഓഫ് കോമ്പറ്റീഷൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഗ്ലോബൽ ബിസിനസ് വന്നതോടുകൂടി. ഗ്ലോബൽ ബിസിനസ് ഹാസ് ബ്രോട്ട് ന്യൂമറസ് ബെനിഫിറ്റ്സ് ടു യുവർ കൺട്രി, ഇൻക്ലൂഡിംഗ് ജോബ് ക്രിയേഷൻ, economic growth and increased competition. MNCs have invested heavily in our country, creating employment opportunities and stimulating economic expansions. അപ്പോൾ ഈ പറയുന്ന MNCs ഒരു ഹെവിലി നമ്മളുടെ രാജ്യത്ത് ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ? ക്രിയേറ്റിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എക്കോണമിക് എക്സ്പാൻഷൻ സ്റ്റിമുലേറ്റ് ചെയ്തും, അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്തും ഇതൊരു ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന MNCs നമ്മുടെ രാജ്യത്ത്. Additionally, global business has facilitated the transfer of technology, skills and best practices. അപ്പോൾ ഇത് കൂടാതെ ഈ പറയുന്ന ഗ്ലോബൽ ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഹാസ് ഫെസിലിറ്റേറ്റഡ് ദ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, സ്കിൽസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്. ഇത് ഈ പറയുന്ന നമ്മളുടെ ടെക്നോളജിയുടെ ഒരു ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, നമ്മളുടെ ഇവിടുത്തെ ടെക്നോളജി, അതുപോലെ തന്നെ സ്കിൽസ്, ബെസ്റ്റ് പ്രാക്ടീസസ്, ഇതിനെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ഗ്ലോബൽ ബിസിനസ്. ഓക്കെ, സോ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലോബൽ ബിസിനസ് ഹാസ് ബ്രോട്ട് ന്യൂമറസ് ബെനിഫിറ്റ്സ് ടു അവർ കൺട്രി, ഇൻക്ലൂഡിംഗ് ജോബ് ക്രിയേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, എക്കോണമിക് ഗ്രോത്ത്, ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ. ദെൻ അതുപോലെ തന്നെ MNCs ഹാവ് ഇൻവെസ്റ്റഡ് ഹെവിലി ഇൻ അവർ കൺട്രി, ക്രിയേറ്റിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എക്കോണമിക് എക്സ്പാൻഷൻ. Additionally, global business has facilitated the transfer of technology and skills and best practices. Okay. However, global business also poses significant challenges, including trade deficits, cultural homogenization and environmental degradation. അപ്പോൾ ഈ പറയുന്ന ഗ്ലോബൽ ബിസിനസ് എന്തൊക്കെ പൊസസ് ചെയ്യുന്നുണ്ട്? ഓൾസോ പൊസസ് സിഗ്നിഫിക്കൻറ്റ് ചലഞ്ചസ്. ഇതിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചലഞ്ചസും ഉണ്ട്. അതിനകത്ത് എന്തൊക്കെ വരും? ട്രേഡ് ഡെഫിസിറ്റ്സ് വരും. ഓക്കെ, ട്രേഡ് ഡെഫിസിറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. കൾച്ചറൽ ഹോമോജീനൈസേഷൻ വരും. കൾച്ചറലി ഇതൊരു ഹോമോജീനൈസ്
അല്ലെങ്കിൽ ഒരു ഹോമോജീനസ് നേച്ചറിലോട്ട് മാറും. എല്ലാം ഒന്ന് എന്നുള്ളൊരു ഇതിലേക്ക് വരും. ഒരു കൾച്ചറൽ ഹോമോജനൈസേഷൻ വരും. ദെൻ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ഈ പറയുന്ന ഗ്ലോബൽ ബിസിനസിന്റെ. ഓക്കെ, സോ അപ്പോൾ ഹവർ ഗ്ലോബൽ ബിസിനസ് ഓൾസോ പൊസസ് significant challenges including trade deficits, cultural homogenization, and environmental degradation. The influx of foreign goods has led to trade deficits, threatening domestic industries. Okay, അതായത് ഇതിന്റെ ഒരു ഫോറിൻ ഗുഡ്സിന്റെ ഒരു ഇൻഫ്ലക്സ് എന്ന് പറയുന്ന ഒരു കടന്നുവരവ്, ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള ഒരു കടന്നുവരവ് ഒരു ട്രേഡ് ഡെഫിസിറ്റിൽ ഉണ്ടാക്കി. അതായത് നമ്മളുടെ ഇവിടുത്തെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന് ഒരു ത്രറ്റനിങ് ഉണ്ടായി അതുവഴി. Furthermore, the spread of global brands has contributed to cultural homogenization. അപ്പോൾ ഈ ഗ്ലോബൽ ബ്രാൻഡുകളുടെ പല കാര്യങ്ങളുടെ ആണെങ്കിലും ഇതിൻ്റെ ഒരു ഗ്ലോബൽ ബ്രാൻഡിൻ്റെ ഒരു സ്പ്രെഡിങ് ഇവിടെ ഒരു കൾച്ചറൽ ഹോമോജനൈസേഷൻ വന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഏറ്റവും ബേസിക്കലി ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ എക്സാമ്പിളായിട്ട് ആലോചിച്ചോ, ഇപ്പം ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണെന്ന് വെച്ചോ. ഇപ്പോൾ ആ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ പോട്ടെ ആപ്പിൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഐഫോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എല്ലാവരും ഇപ്പം എല്ലാ രാജ്യത്തെ ആൾക്കാരും യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്ത് അവസാനം ഈ ലോകത്തുള്ള എല്ലാവരും അത് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കൾച്ചറലി ഇവരെല്ലാം ഹോമോജീനസ് ആകുകയാണ്. കൾച്ചറലി മീൻസ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഇവരെല്ലാം ഹോമോജീനസ് ആകും. അവിടെ വേറെ മറ്റ് ഉപകരണങ്ങൾ അല്ലെങ്കിൽ മറ്റ് ടൈപ്പ് ഓഫ് ഫോൺസ് യൂസ് ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞ് ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് കുറഞ്ഞ് എല്ലാവരും ഐഫോണിൽ എത്തുന്ന ഒരു അവസ്ഥ. കാരണം എന്താണ്, ഐഫോൺ എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറുകയാണ്. ആപ്പിൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡായിട്ട് മാറുകയാണ്. ആ ബ്രാൻഡിലെ ഉള്ളിലേക്ക് എല്ലാവരും വന്ന് ചേർന്ന് ഹോമോജീനസ് ആവുകയാണ് ചെയ്യുന്നത്. ഹെട്രോജീനസ് നേച്ചർ അങ്ങ് മാറും. ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവർ കാണും, മറ്റു പലരും കാണും, ഇവരെല്ലാം ഇതിലേക്ക് വന്ന് ചേരും. ഓക്കെ, തിരിച്ച് സംഭവിക്കാം, ആൻഡ്രോയിഡിലായിട്ട് ആൾക്കാർ പോവുകയും ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ഗ്ലോബൽ ബ്രാൻഡുകൾ ഉണ്ടാകുന്നതിലൂടെ ഒരു കൾച്ചറൽ ഹോമോജനൈസേഷൻ ഉണ്ടാകും. ക്ലിയർ? ഓക്കെ, ഇനി നെക്സ്റ്റ് റോൾ ഓഫ് കോർപ്പറേറ്റ്സിന്റെ റോൾ എത്രത്തോളമാണ് എന്നുള്ളത്. റോൾ ഓഫ് കോർപ്പറേറ്റ്സ് പ്ലേ വൈറ്റൽ റോൾ ഇൻ ഷേപ്പിംഗ് അവർ കൺട്രീസ് എക്കോണമി. നമ്മുടെ രാജ്യത്തിന്റെ എക്കോണമി ഷേപ്പ് ചെയ്യുന്നതിൽ ഈ കോർപ്പറേറ്റ്സിനും ഒരു പ്രധാനപ്പെട്ട ഒരു പങ്കാണ് ഇവർ വഹിക്കുന്നത്. ദേ കോൺട്രിബ്യൂട്ട് സിഗ്നിഫിക്കൻ്റ്ലി ടു GDP, എംപ്ലോയ് മില്യൺസ് ആൻഡ് ഇൻവെസ്റ്റ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് GDPയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എംപ്ലോയ് മില്യൺസ്. ഓക്കെ, ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന അവരെ എംപ്ലോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മുടെ ഇവിടുത്തെ റിസർച്ചിലും ഡെവലപ്മെന്റിലും ഒക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് കോർപ്പറേറ്റ്സ്. However, corporates must balance profit maximization with social responsibility. ഓക്കെ, അപ്പോൾ ഈ കോർപ്പറേറ്റ്സ് എന്ത് ചെയ്യുക എന്നുള്ളതാണ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വിത്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എപ്പോഴും അവർ നിലനിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളത്. ഇവർ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്തോട്ടെ, പക്ഷേ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൊണ്ടുപോവുക എന്നുള്ളൊരു കാര്യത്തിലാണ് അതിലാണ് ഇവർ ബാലൻസ് ചെയ്യേണ്ടത് എന്നാണ് ഈ പറയുന്ന സ്റ്റഡീസ് ഒക്കെ പറയുന്നത്. ദ ഫ്യൂച്ചർ ഓഫ് ഗ്ലോബൽ ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ്സ് ഇൻ അവർ കൺട്രി ലുക്സ് പ്രോമിസിങ്. അപ്പോൾ നമ്മുടെ ഗ്ലോബൽ ബിസിനസ്സും കോർപ്പറേറ്റ്സും ഒരു പ്രോമിസിങ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളുടെ അതിൻ്റെയൊക്കെ ഫ്യൂച്ചർ പോകുന്നത്. അതായത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻസ്, അവരൊക്കെ ഓപ്പർച്യൂണിറ്റീസ്, നമ്മളുടെ ഒരു ഗ്രോത്തിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് വളർത്തിക്കൊണ്ട് വരുവാണത്. ഓക്കെ, എമർജിങ് ടെക്നോളജീസ് ആണ് ഈ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരാനുള്ള നമ്മളുടെ ഈ ഒരു രാജ്യത്തിൻ്റെ. സോ കോർപ്പറേറ്റ്സിനെ പറ്റി ആ ഒരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ദെൻ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ഗ്ലോബലൈസേഷൻ തിയറി. അപ്പോൾ ഗ്ലോബലൈസേഷൻ തിയറി നോക്കുകയാണെങ്കിൽ ഗ്ലോബലൈസേഷൻ തിയറി പൊസിറ്റ്സ് ദാറ്റ് ദ വേൾഡ് ഈസ് ഇൻക്രീസിംഗ്ലി ഇന്റർകണക്റ്റഡ് ത്രൂ പ്രോസസ്സസ് ഓഫ് എക്കോണമിക്, പൊളിറ്റിക്കൽ, കൾച്ചറൽ ആൻഡ് ടെക്നോളജിക്കൽ ഗ്ലോബലൈസേഷൻ. ഈ ഗ്ലോബലൈസേഷൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ വേൾഡ് ദാറ്റ് ദ വേൾഡ് ഈസ് ഇൻക്രീസിംഗ്ലി ഇന്റർകണക്റ്റഡ് ത്രൂ ദ പ്രോസസ് ഓഫ്, നമ്മളുടെ വേൾഡ് എപ്പോഴും ഇന്റർകണക്റ്റഡ് ആകുന്ന പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോണമിക്, പൊളിറ്റിക്കൽ, കൾച്ചറൽ ആൻഡ് ടെക്നോളജിക്കൽ ഗ്ലോബലൈസേഷൻ വഴിയാണ് ഈ പറയുന്ന വേൾഡ് എപ്പോഴും ഇന്റർകണക്റ്റഡ് ആകുന്നത് എന്നാണ് ഈ പറയുന്നത്. ഇറ്റ് എംഫസൈസസ് ദ ഇന്റഗ്രേഷൻ ഓഫ് നാഷണൽ എക്കോണമീസ് ഇൻ ടു എ ഗ്ലോബൽ സിസ്റ്റം. ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഏതിലാണ്, നാഷണൽ എക്കോണമീസ് എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ, എല്ലാം ഒന്നിപ്പിക്കാൻ വേണ്ടി, ഒരു ഗ്ലോബൽ സിസ്റ്റമായിട്ട് ഒന്നിപ്പിക്കാൻ വേണ്ടി. ക്യാരക്ടറൈസ്ഡ് ബൈ ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ, ഗുഡ്സ് ആൻഡ് ഇൻഫർമേഷൻ. അവിടെ എങ്ങനെ ആയിരിക്കണം, ഫ്രീ ഫ്ലോ ആയിരിക്കണം, ഒരു തടസ്സവും ഇല്ലാതെ, ഒരു ബാരിയേഴ്സും ഇല്ലാതെ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണം. എന്തൊക്കെ, ക്യാപിറ്റൽ, ഗുഡ്സ് ആൻഡ് ഇൻഫർമേഷൻ. അപ്പം ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന എന്താണ്, ദ ഇൻ്റഗ്രേഷൻ ഓഫ് നാഷണൽ എക്കോണമീസ് ഇൻ ടു എ ഗ്ലോബൽ സിസ്റ്റം ക്യാരക്ടറൈസ്ഡ് ബൈ ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ, ഗുഡ്സ് ആൻഡ് ഇൻഫർമേഷൻസ്. ഓക്കെ, then in the context of global business and corporations, globalization theory highlights the role of
multinational corporations in driving economic integration, shaping global production networks and influencing international trade and investment patterns. അപ്പം ഒരു ഗ്ലോബൽ ബിസിനസ് കോർപ്പറേഷൻ്റെ കണ്ടക്സിൽ എടുക്കുകയാണെങ്കിൽ ഗ്ലോബലൈസേഷൻ തിയറി പറയുന്നത് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൻ്റെ MNCസിൻ്റെ റോൾ എത്രത്തോളമാണ് നമ്മുടെ ഇവിടുത്തെ എക്കോണമിക് ഇൻ്റഗ്രേഷനിലും നമ്മുടെ ഗ്ലോബൽ പ്രൊഡക്ഷൻ ഷേപ്പ് ചെയ്യുന്നതിലും ഗ്ലോബൽ പ്രൊഡക്ഷൻ നെറ്റ്വർക്ക് ഷേപ്പ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻ്റർനാഷണൽ ട്രേഡും ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺസും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ ഇവരുടെ MNCസിൻ്റെ പങ്ക് എത്രത്തോളമാണ് എന്നതിലാണ് ഇത് കൂടുതലും ഈ ഒരു കണ്ടക്സിൽ ഗ്ലോബൽ ബിസിനസ്സിൻ്റെ കോർപ്പറേഷൻ്റെ കണ്ടക്സിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി ഡിപ്പെൻഡൻസി തിയറി. ഡിപ്പെൻഡൻസി തിയറി എക്സാമിൻസ് ദ അൺഈക്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻ ദ ഗ്ലോബൽ എക്കോണമി. അപ്പോൾ എപ്പോഴും ഡിപ്പെൻഡൻസി തിയറി ആ പേര് പോലെ തന്നെ അത് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന എന്താണ്, ഒരു അൺഈക്വൽ റിലേഷൻഷിപ്പ്, ഈക്വൽ റിലേഷൻഷിപ്പ് അല്ല, ഒരു അൺഈക്വൽ റിലേഷൻഷിപ്പ്. ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും തമ്മിലുള്ള ഒരു അൺഈക്വൽ റിലേഷൻഷിപ്സ്, ഒരു ഗ്ലോബൽ എക്കോണമി എടുത്തു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഒരു അൺഈക്വൽ റിലേഷൻഷിപ്പിനെയാണ് എപ്പോഴും ഡിപ്പെൻഡൻസി തിയറി ചൂണ്ടിക്കാണിക്കുന്നത്. It argues that developing countries are structurally dependent on developed countries for capital, technology and market access, perpetuating economic disparities and underdevelopment. അപ്പോൾ ഇത് മെയിൻലി ആർഗ്യൂ ചെയ്യുന്നത് എന്താണ്, ഡെവലപ്പിംഗ് കൺട്രീസ് എപ്പോഴും സ്ട്രക്ചറലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു ഏതിൽ, ഡെവലപ്ഡ് കൺട്രീസിൽ. എന്തിൻ്റെയൊക്കെ പേരിലായിരിക്കും, ക്യാപിറ്റലിലും ടെക്നോളജി, മാർക്കറ്റ് ആക്സസ്, ഇതിൻ്റെ എല്ലാ കാര്യത്തിൽ ഈ പറയുന്ന ഡെവലപ്പിംഗ് കൺട്രീസ് എപ്പോഴും ഡെവലപ്ഡ് കൺട്രീസിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, പെർപ്പച്വേറ്റിംഗ് എക്കോണമിക് ഡിസ്പാരിറ്റീസ് ആൻഡ് അണ്ടർ ഡെവലപ്മെൻറ്റ്. ഈ ഒരു കാര്യം, ഈ ഒരു ഡിപ്പെൻഡൻസി എന്തിലേക്ക് നയിക്കുന്നു, എക്കോണമിക് ഡിസ്പാരിറ്റിയിലേക്കും അണ്ടർ ഡെവലപ്മെൻറ്റിലേക്കും നയിക്കുന്നു. അതാണ് ഡിപ്പെൻഡൻസി തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ആർഗ്യൂസ് ദാറ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് ആർ സ്ട്രക്ചറലി ഡിപ്പെൻഡൻ്റ് ഓൺ ഡെവലപ്ഡ് കൺട്രീസ് ഫോർ ക്യാപിറ്റൽ, ടെക്നോളജി ആൻഡ് മാർക്കറ്റ് ആക്സസ്, പെർപ്പച്വേറ്റിംഗ് എക്കോണമിക് ഡിസ്പാരിറ്റീസ് ആൻഡ് അണ്ടർ ഡെവലപ്മെൻറ്റ്. Okay, in the context of global business and corporations, dependency theory critiques the role of MNCs in exacerbating economic dependency and exploiting resources and labor in developing countries through processes such as foreign direct investment and outsourcing. അപ്പം ഈ നമ്മൾ ഈ ഗ്ലോബൽ ബിസിനസിൻ്റെ കോർപ്പറേഷൻ്റെ കണ്ടക്സിൽ എടുക്കുകയാണെങ്കിൽ ഡിപ്പെൻഡൻസി തിയറി മെയിൻലി ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് MNCസിൻ്റെ റോള്. അതായത് എക്കോണമിക് ഡിപ്പെൻഡൻസി ഇത് വളർത്തിക്കൊണ്ട് വരുന്നതും ഇവിടുത്തെ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും ഇവിടുത്തെ ലേബറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും, അതായത് ഡെവലപ്പിംഗ് കൺട്രീസിലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഔട്ട്സോഴ്സിങ്ങും പോലുള്ള പ്രോസസ്സസ് വഴി ഇവിടെ ഉള്ളവരെയും ഇവിടുത്തെ റിസോഴ്സസിനെ ഒക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഈ ഒരു MNCയുടെ പ്രവണതയുണ്ട്, അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നതാണ് TNCs, ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ്. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്, TNCs ആർ ലാർജ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ദാറ്റ് ഓപ്പറേറ്റ് ഇൻ മൾട്ടിപ്പിൾ കൺട്രീസ് ആൻഡ് റീജിയൻസ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആണ് TNCs എന്ന് പറയുന്നത്. അതായത് മൾട്ടിപ്പിൾ കൺട്രീസിലും റീജിയൻസിലും പ്രവർത്തിക്കുന്നത്. എൻഗേജിങ് ഇൻ ഡൈവേഴ്സ് ബിസിനസ് ആക്ടിവിറ്റീസ് സച്ച് ആസ് മാനുഫാക്ചറിങ്, സർവീസസ് ആൻഡ് ഫിനാൻസ്. ഇതെന്ന് പറയുന്നത് ഡൈവേഴ്സ് ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആണ്. അതിൽ എന്തൊക്കെ വരാം, മാനുഫാക്ചറിങ് വരാം, സർവീസസ് വരാം, ഫിനാൻസ് വരാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഓക്കെ, they play a central role in driving economic integration and shaping international production networks. അപ്പം ഇവർ ഇൻ്റർനാഷണൽ പ്രൊഡക്ഷൻ നെറ്റ്വർക്ക്സ് ഷേപ്പ് ചെയ്യാനും നമ്മളുടെ ഇവിടുത്തെ ഗ്ലോബൽ എക്കോണമിക് ഇൻ്റഗ്രേഷൻ ഡ്രൈവ് ചെയ്യാനും ഒക്കെ അതിലൊക്കെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. TNCs leverage their global reach, economies of scale and technological capabilities to expand market share, access resources and exploit comparative advantages അക്രോസ് ഡിഫറെൻറ്റ് കൺട്രീസ് ആൻഡ് റീജിയൻസ്. അപ്പം ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഗ്ലോബൽ റീച്ച് വലുതാക്കാൻ വേണ്ടി, അതുപോലെ തന്നെ എക്കോണമീസ് ഓഫ് സ്കെയിൽ, ടെക്നോളജിക്കൽ ക്യാപ്പബിലിറ്റീസ് ഇതെല്ലാം ലിവറേജ് ചെയ്യുന്നുണ്ട്, വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. എന്തിനു വേണ്ടി, ടു എക്സ്പാൻഡ് മാർക്കറ്റ് ഷെയർ, അവരുടെ മാർക്കറ്റ് ഷെയർ എക്സ്പാൻഡ് ചെയ്യാനും അവരുടെ മീൻസ് എല്ലാ റിസോഴ്സസും ആക്സസ് ചെയ്യാനും, അതുപോലെ തന്നെ ഇവിടുത്തെ അഡ്വാൻറ്റേജസ് അക്രോസ് ഡിഫറെൻറ്റ് കമ്പാരേറ്റീവ് അഡ്വാൻറ്റേജസ് അക്രോസ് ഡിഫറെൻറ്റ് കൺട്രീസ് ആൻഡ് റീജിയൻസ് അതിനൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഇവർ ശ്രമിക്കുന്നുണ്ട്, TNCs. ഓക്കെ, ദെൻ നെക്സ്റ്റ് GVCs എന്ന് പറയും, ഗ്ലോബൽ വാല്യൂ ചെയിൻസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ വാല്യൂ ചെയിൻസ് റെഫേഴ്സ് ടു ദ ഇന്റർകണക്റ്റഡ് നെറ്റ്വർക്ക്സ് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസപ്ഷൻ സ്പാനിങ് മൾട്ടിപ്പിൾ കൺട്രീസ് ആൻഡ് ഇൻവോൾവിംഗ് വേരിയസ് ഫേംസ് ആൻഡ് സപ്ലൈസ്. അപ്പോൾ ഗ്ലോബൽ വാല്യൂ ചെയിൻസ് എന്ന് പറയുന്ന ഒരു ഇന്റർകണക്റ്റഡ് നെറ്റ്വർക്ക്സ് ആണ്. എന്തിൻ്റെ, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസപ്ഷൻ. അപ്പോൾ ഗ്ലോബൽ വാല്യൂ ചെയിൻസ് എന്ന് പറയുന്നത് എന്താണ്, റെഫർ ടു ദ ഇന്റർകണക്റ്റഡ് നെറ്റ്വർക്ക്സ് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസപ്ഷൻ. എങ്ങനെ, എവിടെ കറങ്ങുന്ന, സ്പാനിങ് മൾട്ടിപ്പിൾ കൺട്രീസ് ആൻഡ് ഇൻവോൾവിംഗ് വേരിയസ് ഫേംസ് ആൻഡ് സപ്ലൈസ്. ഇത് മൾട്ടിപ്പിൾ കൺട്രീസിലായിരിക്കും, ഇവിടെ എന്തൊക്കെ ഇൻവോൾവ്, വേരിയസ് ഫേംസ് ആൻഡ് സപ്ലൈസ് ഉള്ള ഒരു ചെയിൻ ആണ്, അല്ലെങ്കിൽ ഒരു ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്ക്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഗ്ലോബൽ വാല്യൂ ചെയിൻസ്. They enable firms to optimize efficiency, reduce costs and access specialized skills and resources.
അതായത് ദേ എനേബിൾ ഫേംസ് ടു ഒപ്റ്റിമൈസ് എഫിഷ്യൻസി. അവരൊരു ഒരു ഉറച്ച ഒരു കാര്യത്തിലാണ്, അതായത് ടു ഒപ്റ്റിമൈസ് എഫിഷ്യൻസി, റെഡ്യൂസ് കോസ്റ്റസ് ആൻഡ് ആക്സസ്. അവരൊരു ഉറപ്പ് തരുന്നുണ്ട്, റെഡ്യൂസ് കോസ്റ്റസ് ആൻഡ് ആക്സസ് സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് ആൻഡ് റിസോഴ്സസ്. ഓക്കെ, ദേ എനേബിൾ ഫേംസ് ടു ഒപ്റ്റിമൈസ് എഫിഷ്യൻസി, റെഡ്യൂസ് കോസ്റ്റസ് ആൻഡ് ആക്സസ് സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് ആൻഡ് റിസോഴ്സസ്. GBCs are characterized by complex coordination mechanisms, outsourcing relationships, and subcontracting arrangements facilitated by advances in information and communication technologies and logistics. അപ്പോൾ GBCs ക്യാരക്ടറൈസ് ചെയ്ത ഒരു കോംപ്ലക്സ് കോർഡിനേഷൻ മെക്കാനിസംസ് വഴിയാണ്. ഔട്ട്സോഴ്സിംഗ് റിലേഷൻഷിപ്സ് വരും, അതുപോലെ തന്നെ സബ് കോൺട്രാക്ടിങ് അറേഞ്ച്മെന്റ്സും അതിനകത്ത് വരുന്നുണ്ട്. ഇതിനെല്ലാം സഹായിക്കുന്ന ഏതാണ്? ICTs ആണ്, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ്. ഓക്കെ, അതാണ് ഗ്ലോബൽ വാല്യൂ ചെയിൻസ്. ദെൻ ഇതിന്റെ ചലഞ്ചസ് അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻസ് നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ ഒരു കാര്യമാണ് ലേബർ എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ, global business and corporations are often criticized for exploiting cheap labor in developing countries where workers are subjected to low wages, poor working conditions and limited labor rights. അറിയാം, ഗ്ലോബൽ ബിസിനസ്സും കോർപ്പറേഷൻസും അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീപ്പ് ലേബർ, അത് അവരെ ഡെവലപ്പിംഗ് കൺട്രീസിലെ ചീപ്പ് ലേബറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കാര്യത്തിലാണ്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവർ ലോ വേജസിൽ വർക്ക് ചെയ്യുന്നു, പുവർ വർക്കിംഗ് കണ്ടീഷൻസ് ആണ്, ലിമിറ്റഡ് ലേബർ റൈറ്റ്സ് ആണ്. അപ്പോൾ അതാണ് ലേബർ എക്സ്പ്ലോയിറ്റേഷൻ. This raises ethical concerns about social responsibility, human rights and corporate governance. ഓക്കെ, ഒരു എത്തിക്കൽ കൺസേൺസ് റൈസ് ചെയ്യും ഇതുവഴി. എന്താണ്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയും ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റിയും കോർപ്പറേറ്റ് ഗവൺമെൻസിനെ പറ്റിയും ഒക്കെ. Then addressing labor exploitation requires efforts to strengthen labor regulations, enforce international labor standards and promote corporate social responsibility practices that prioritize workers' welfare and rights. അപ്പോൾ ഈ പറയുന്ന ലേബർ എക്സ്പ്ലോയിറ്റേഷൻ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന എന്താ വേണം? എഫോർട്സ് ടു സ്ട്രെങ്തൻ ലേബർ റെഗുലേഷൻസ്. ഇവിടുത്തെ ലേബർ റെഗുലേഷൻസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള എഫോർട്സ്, അതുപോലെ തന്നെ എൻഫോഴ്സ് ഇന്റർനാഷണൽ ലേബർ സ്റ്റാൻഡേർഡ്സ് എൻഫോഴ്സ് ചെയ്യണം. അതുപോലെ തന്നെ ആൻഡ് പ്രൊമോട്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രാക്ടീസ് ദാറ്റ് പ്രയോറിറ്റൈസ് വർക്കേഴ്സ് വെൽഫെയർ ആൻഡ് റൈറ്റ്സ്. അതായത് ജോലിക്കാരുടെ, തൊഴിലാളികളുടെ വെൽഫെയറും റൈറ്റ്സും അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന പ്രാക്ടീസസ് ഉള്ള ആ രീതിയിലുള്ള കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രൊമോട്ട് ചെയ്യണം ഇവിടെ. ഓക്കെ, പിന്നെ വരുന്നൊരു കാര്യമാണ് ഏത്? എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ. അതറിയാം, ഗ്ലോബൽ കോർപ്പറേഷൻസ് ആർ മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് ടു എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻസ് ത്രൂ ആക്ടിവിറ്റീസ് സച്ച് ആസ് റിസോഴ്സ് എക്സ്ട്രാക്ഷൻ, പൊല്യൂഷൻ, ഡീഫോറസ്ട്രേഷൻ. റിസോഴ്സ് എക്സ്ട്രാക്ഷനും പൊല്യൂഷനും ഡീഫോറസ്റ്റേഷൻ വഴിയൊക്കെ ഈ പറയുന്ന എൻവയോൺമെന്റിനെ ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, climate change, biodiversity loss and ecosystem destruction are pressing global challenges exacerbated by corporate activities. അപ്പോൾ ഈ കോർപ്പറേറ്റ് ആക്ടിവിറ്റീസ് കൊണ്ട് അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ട് ഉണ്ടാകുന്ന പല കാര്യങ്ങളാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി ലോസ്, എക്കോസിസ്റ്റം ഡിസ്ട്രക്ഷൻ. ഓക്കെ അല്ലേ? സോ promoting environmental sustainability requires adopting sustainable business practices, investing in renewable energy and green technologies, and adhering to environmental regulations and standards to minimize ecological impacts. അപ്പോൾ ഈ പറയുന്ന പ്രൊമോട്ടിങ്, ഇവിടെ ഒരു എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ആ രീതിയിലുള്ള സസ്റ്റൈനബിൾ ബിസിനസ് പ്രാക്ടീസസ് ഇവിടെ അഡോപ്റ്റ് ചെയ്യണം. അതായത് റിന്യൂവബിൾ എനർജി, ഗ്രീൻ ടെക്നോളജീസ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിൽ ഇപ്പം പല ബിസിനസ്സും അല്ലെങ്കിൽ പല കാര്യങ്ങളും ആ ഒരു രീതിയിലും ആയിട്ടുണ്ട്. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ adhering to environmental regulations and standards to minimize ecological impacts. എക്കോളജിക്കൽ ഇമ്പാക്ട്സും പരമാവധി കുറയ്ക്കുന്ന രീതിയിലുള്ള അങ്ങനെയുള്ള പ്രോജക്റ്റുകളും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇതിന് നമുക്ക് പ്രതിവിധിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എക്കോണമിക് ഡീഗ്രഡേഷൻ. Global business and corporations play a significant role in shaping the global economy, influencing socio-economic development and driving technological innovation. അപ്പോൾ ഈ ഗ്ലോബൽ ബിസിനസ്സും കോർപ്പറേഷനും അത്ര ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്നുണ്ട് എന്തിൽ നമ്മളുടെ ഇവിടുത്തെ ഗ്ലോബൽ എക്കോണമി, അതുപോലെ തന്നെ നമ്മളുടെ സോഷ്യോ എക്കോണമിക് ഡെവലപ്മെൻറ്റ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിലും, അതുപോലെ തന്നെ നമ്മളുടെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ഡ്രൈവ് ചെയ്യുക. അതായത് നമ്മളുടെ ടെക്നോളജിക്കലി നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഗ്ലോബൽ ബിസിനസ്സും അല്ലെങ്കിൽ കോർപ്പറേഷൻസും. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. By drawing on theoretical perspectives such as globalization theory, dependency theory and world systems theory. World system theory അറിയാലോ, ഇമ്മാനുവൽ വാളസ്റ്റിൻ്റെ. Researchers can gain insight into the dynamics of global business and corporations, develop strategies and for addressing key challenges such as labor exploitation, environmental degradation and economic inequality. അപ്പോൾ നമ്മൾ പല തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ, അപ്പോൾ ഗ്ലോബലൈസേഷൻ തിയറിയിലൂടെയും ഡിപ്പെൻഡൻസി തിയറി അല്ലെങ്കിൽ വേൾഡ് സിസ്റ്റം തിയറിയിലൂടെ ഒക്കെ ഈ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ പറയുന്നത് എന്താണ്,
ഒരു ഗ്ലോബൽ ബിസിനസ് കോർപ്പറേഷൻസും എത്രത്തോളമാണ് ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ വേണം നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ എന്നുള്ള രീതി. പുതിയൊരു ഗ്ലോബൽ ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് വരുമ്പോൾ എക്കോളജിക്കലി ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിലുള്ള പ്രോജക്റ്റുകൾ, അല്ലെങ്കിൽ ലേബർ എക്സ്പ്ലോയിറ്റേഷൻ നടക്കാത്ത രീതിയിലുള്ള പ്രോജക്റ്റുകൾ, അതൊക്കെ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു തിയറി ബേസ്ഡിൽ അല്ലെങ്കിൽ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൽ ഏതൊക്കെ വരും? ഗ്ലോബലൈസേഷൻ തിയറി, ഡിപ്പെൻഡൻസി തിയറി, വേൾഡ് സിസ്റ്റം തിയറി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടൂറിസം. ഈ ടൂറിസം എങ്ങനെയാണ് നമ്മളുടെ എക്കോണമിക് കണ്ടീഷനെ, നമ്മളുടെ സൊസൈറ്റിയുടെ എക്കോണമിക് കണ്ടീഷനെ എങ്ങനെയാണ് ടൂറിസം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. Tourism is a multifaceted socio-economic phenomena that involves the movement of people for leisure, recreation and cultural exploration. അപ്പോൾ ടൂറിസം എന്ന് പറയുന്ന ഒരു മൾട്ടിഫെസറ്റഡ് ആയിട്ടുള്ള ഒരു സോഷ്യോ എക്കോണമിക് ഫിനോമിനയാണ്. നമുക്കെല്ലാം അറിയാം ടൂറിസത്തെ പറ്റി. ടൂറിസം ഇപ്പം ഡേ ടു ഡേ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഇവിടുത്തെ ടൂറിസം ഇപ്പോൾ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും, നമ്മളുടെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അല്ലേ. അപ്പോൾ ഈ ടൂറിസം എന്ന് പറയുന്ന ഒരു മൾട്ടിഫെസറ്റഡ് ആയിട്ടുള്ള സോഷ്യോ എക്കോണമിക് ഫിനോമിനയാണ്. ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫോർ ലെഷർ, അതായത് ആളുകൾ ലെഷർ ടൈമിന് വേണ്ടി അവരുടെ ഒരു മൂവ്മെന്റ് അത് ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നുണ്ട്. അവരുടെ റിക്രിയേഷൻ അല്ലെങ്കിൽ കൾച്ചറൽ എക്സ്പ്ലോറേഷൻ, ഒരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം അല്ലെങ്കിൽ ഈവൻ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർ പുതിയൊരു കൾച്ചർ എക്സ്പ്ലോർ ചെയ്യുന്നതും എന്തിൽ വരുന്നതാണ്? ടൂറിസത്തിൽ വരുന്നതാണ്. സോ ടൂറിസം ഈസ് എ മൾട്ടിഫെസറ്റഡ് സോഷ്യോ എക്കോണമിക് ഫിനോമിന ദാറ്റ് ഇൻവോൾവ്സ് ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫോർ ലെഷർ. എന്തിനു വേണ്ടിയൊക്കെയാണ്? ഫോർ ലെഷർ, റിക്രിയേഷൻ ആൻഡ് കൾച്ചറൽ എക്സ്പ്ലോറേഷൻ. ഇതിനു വേണ്ടിയുള്ള ആളുകളുടെ മൂവ്മെന്റിനെ ഇൻവോൾവ് ആകുന്നതാണ് ഈ പറയുന്ന ടൂറിസം എന്ന് പറയുന്നത്. ഇറ്റ് എൻകംപാസസ് എ വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ഫ്രം സൈറ്റ് സീയിങ് ആൻഡ് അഡ്വഞ്ചർ ട്രാവൽ ടു എക്കോ ടൂറിസം ആൻഡ് ഹെറിറ്റേജ് ടൂറിസം. അപ്പോൾ ഈ പറയുന്ന വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ഉൾപ്പെടുന്നതാണ് ടൂറിസം. അതിനകത്ത് എന്തൊക്കെ വരും? സൈറ്റ് സീയിങ് വരും, വെറുതെ പോയി നമ്മൾ സ്ഥലം കാണുന്നവരാ. ചിലപ്പോൾ അഡ്വഞ്ചർ ട്രാവൽ വരും. അതുമുതൽ എക്കോ ടൂറിസവും ഹെറിറ്റേജ് ടൂറിസം വരെ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. എ വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ഫ്രം സൈറ്റ് സീയിങ് ആൻഡ് അഡ്വഞ്ചർ ട്രാവൽ ടു എക്കോ ടൂറിസം ആൻഡ് ഹെറിറ്റേജ് ടൂറിസം. അപ്പോൾ ഇതെല്ലാം ഈ ടൂറിസം എന്ന് പറയുന്ന ഒരു മേഖലയ്ക്കകത്ത് വരുന്നതാണ്. ടൂറിസം ഹാസ് എമേർജ്ഡ് ആസ് എ വൈറ്റൽ സെക്ടർ ഇൻ ദ എക്കോണമി ഓഫ് അവർ കൺട്രി, കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻ്റ്ലി ടു ഇറ്റ്സ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പം ടൂറിസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എക്കോണമി, നമ്മുടെ രാജ്യത്തിന്റെ എക്കോണമിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് ഈ ടൂറിസം എന്ന് പറയുന്നത്. കാരണം അത്ര ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഇവിടുത്തെ എക്കോണമിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരു മേഖലയാണ് ടൂറിസം എന്ന് പറയുന്നത്. ഓക്കെ, ടൂറിസം ജനറേറ്റ്സ് മില്യൺസ് ഓഫ് ജോബ്സ് ബോത്ത് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി, സപ്പോർട്ടിംഗ് ലൈവ്ലിഹുഡ്സ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എക്കോണമിക് ആക്ടിവിറ്റി. ടൂറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മില്യൺസ് ഓഫ് ജോബ് ജനറേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ്. അത് ഡയറക്ട്ലി ഇൻഡയറക്ട്ലി ആകാം. സപ്പോർട്ടിംഗ് ലൈവ്ലിഹുഡ്സ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എക്കോണമിക് ആക്ടിവിറ്റി, അതുവഴി നമ്മുടെ ജീവിത രീതികൾ അല്ലെങ്കിൽ അതിനെല്ലാം എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലൈവ്ലിഹുഡ്സ്, അതുപോലെ തന്നെ സ്റ്റിമുലേറ്റിംഗ് എക്കോണമിക് ആക്ടിവിറ്റി, നമ്മളുടെ എക്കോണമിക് ആക്ടിവിറ്റിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോകാനുള്ള ഒരു സപ്പോർട്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ എക്കോണമിക് ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ടൂറിസം. ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് റിക്രിയേഷണൽ സർവീസസ് ഓൾ ബെനിഫിറ്റ് ഫ്രം ടൂറിസം. ഈ ടൂറിസത്തിലൂടെയാണ് ഈ പറയുന്ന ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ട്രാൻസ്പോർട്ടേഷൻസ് ആൻഡ് റിക്രിയേഷണൽ സർവീസസ് ഇതെല്ലാം ബെനിഫിറ്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെല്ലാം ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, അല്ല നമ്മളിപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ നമ്മളെല്ലാവരും കൂടെ ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് ടൂർ പോവുക. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഊട്ടി എന്ന് പറയുന്നൊരു സ്ഥലത്ത് പോവുക. അപ്പോൾ അതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ അവിടുത്തെ ഒരു ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഈ പറയുന്ന ഹോട്ടൽസിന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ അവിടെ പോകുമ്പോൾ എന്തുമായാലും ഭക്ഷണം അല്ലെങ്കിൽ താമസിക്കാതിരിക്കത്തില്ലല്ലോ. റെസ്റ്റോറൻറ്റ്സ്, അവിടുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരും. ട്രാൻസ്പോർട്ടേഷൻ, അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അതുപോലെ തന്നെ റിക്രിയേഷണൽ സർവീസസ്, ഇതെല്ലാം ടൂറിസത്തിൽ നിന്നാണ് ബെനിഫിറ്റ് ഇവർക്കെല്ലാം കിട്ടുന്നുണ്ട്. ടൂറിസം മേൺസ് സിഗ്നിഫിക്കൻറ്റ് ഫോറിൻ എക്സ്ചേഞ്ച്, ബൂസ്റ്റിംഗ് അവർ കൺട്രീസ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്. അപ്പം ഈ ടൂറിസം എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ഏൺ ചെയ്യുന്നുണ്ട്. ബൂസ്റ്റിംഗ് അവർ കൺട്രീസ് ബാലൻസ് ഓഫ് പേയ്മെന്റ്, ഇത് നമ്മളുടെ കൺട്രിയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ്സിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്റർനാഷണൽ വിസിറ്റേഴ്സ് ബ്രിങ് ഇൻ വാല്യുബിൾ റവന്യൂ, സപ്പോർട്ടിംഗ് എക്കോണമിക് സ്റ്റെബിലിറ്റി. അപ്പോൾ അതുപോലെ തന്നെ ഇന്റർനാഷണൽ വിസിറ്റേഴ്സ് ഇവിടെ വാല്യുബിൾ ആയിട്ടുള്ള റവന്യൂ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. സപ്പോർട്ടിംഗ് എക്കോണമിക് സ്റ്റെബിലിറ്റി, ഇവിടുത്തെ എക്കോണമിക് സ്റ്റെബിലിറ്റി അത് എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ടൂറിസം വഴി. ടൂറിസം ഡ്രൈവ്സ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇൻക്ലൂഡിംഗ് എയർപോർട്ട്സ്, റോഡ്സ് ആൻഡ് പബ്ലിക് സർവീസസ്. ഇതൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വളരാനുള്ളൊരു കാരണം ഈ ടൂറിസമാണ്. ടൂറിസം വരുമ്പോൾ ഒരുപാട് പേര് ഒരു സ്ഥലത്തേക്ക് വരികയും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്ഡ് ആകേണ്ടി വരുന്നു.
എയർപോർട്സ്, റോഡ്സ്, പബ്ലിക് സർവീസസ് ഇതല്ല. ദിസ് എൻഹാൻസസ് ദ ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് റെസിഡൻസ്. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടെന്ന് വെച്ചോ, അവിടെ ആളുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാകും. അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഹോട്ടൽസ് ഇതെല്ലാം കാണും. ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, അവിടുത്തെ റെസിഡൻസിന്റെ ഓവറോൾ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നത്, അവിടെ താമസിക്കുന്ന ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ സ്വാഭാവികമായിട്ടും എൻഹാൻസ് ചെയ്യും അല്ലേ. ടൂറിസം പ്രൊമോട്ട്സ് കൾച്ചറൽ പ്രിസർവേഷൻ ബൈ സപ്പോർട്ടിംഗ് ലോക്കൽ ഹെറിറ്റേജ് സൈറ്റ്സ്, ഫെസ്റ്റിവൽസ് ആൻഡ് ട്രഡീഷൻസ്. അപ്പോൾ ഈ ടൂറിസം എന്ന് പറയുന്നത് കൾച്ചറൽ പ്രിസർവേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ലോക്കൽ ഹെറിറ്റേജ് സൈറ്റ്സ്, ഫെസ്റ്റിവൽസ്, ട്രഡീഷൻസ് ഇതിനെല്ലാം പ്രിസർവ് ചെയ്തുകൊണ്ട് ടൂറിസം കൾച്ചറൽ പ്രിസർവേഷൻ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടൂറിസം. ദിസ് ഹെൽപ്സ് മെയിൻറ്റെയിൻ നാഷണൽ ഐഡന്റിറ്റി. ഇത് നമ്മളുടെ ഒരു നാഷണൽ ഐഡന്റിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. ടൂറിസം റെഡ്യൂസസ് ഡിപ്പെൻഡൻസ് ഓൺ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, പ്രൊമോട്ടിംഗ് എക്കോണമിക് ഡൈവേഴ്സിഫിക്കേഷൻ. ദിസ് മിറ്റിഗേറ്റ്സ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് എക്കോണമിക് ഫ്ലക്ച്വേഷൻസ്. അപ്പോൾ ഈ പറയുന്ന ടൂറിസം നമ്മളുടെ ഡിപ്പെൻഡൻസ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ പ്രൊമോട്ടിംഗ് എക്കോണമിക് ഡൈവേഴ്സിഫിക്കേഷൻ ഇതിലെല്ലാം ഉള്ള ഒരു ഡിപ്പെൻഡൻസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, എക്കോണമിക് ഫ്ലക്ച്വേഷൻസ് വഴി ഉണ്ടാകുന്ന ഒരു റിസ്ക് ഒരു പരിധി വരെ ഇത് മിറ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ മോഡേണൈസേഷൻ തിയറിയിൽ തന്നെ നോക്കാം. മോഡേണൈസേഷൻ തിയറിയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ടൂറിസം എന്ന് പറയുന്നത് ഇസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് സൊസൈറ്റൽ പ്രോഗ്രസ് ആൻഡ് എക്കോണമിക് ഡെവലപ്മെന്റ്. ഇറ്റ് വ്യൂസ് ടൂറിസം ആസ് എ കാറ്റലിസ്റ്റ് ഫോർ മോഡേണൈസേഷൻ, അർബനൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ടൂറിസം എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റ് ആണ്. കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കാര്യത്തെ ഒരു പ്രോസസ്സിനെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകം. കാറ്റലിസ്റ്റ് ഫോർ മോഡേണൈസേഷൻ, അർബനൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, ഫോസ്റ്ററിങ് എക്കോണമിക് ഗ്രോത്ത്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച്. അതിന് പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ടൂറിസം. ഇൻ ദ കണ്ടക്സ്റ്റ് ഓഫ് ടൂറിസം, മോഡേണൈസേഷൻ തിയറി emphasizes the role of tourism infrastructure, marketing, the promotion of attracting visitors, stimulating investment and generating employment opportunities in host destination. അപ്പം നമ്മൾ ഈ ടൂറിസം എന്ന് പറയുന്ന ഒരു കണ്ടക്സ്റ്റിൽ എടുക്കുകയാണെങ്കിൽ മോഡേണൈസേഷൻ തിയറി പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസം എങ്ങനെയാണ്, ഓക്കെ, the role of tourism and infrastructure, marketing and promotion in attracting visitors. വിസിറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതിലും നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിലും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വളർത്തുന്നതിലും ഒക്കെ ഇതിന് എത്രത്തോളം പങ്കുണ്ട് എന്നാണ് ഈ ഒരു തിയറി പ്രകാരം നമുക്ക് നോക്കാൻ പറ്റുന്നത്. ഓക്കെ, ടൂറിസം എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് എന്ന്. Then post-colonial theory. Post-colonial theory examines the legacy of colonialism and imperialism in shaping tourism dynamics, power relations and cultural representations. പോസ്റ്റ് കൊളോണിയൽ തിയറിയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊളോണിയലിസത്തിൻ്റെ ഒരു ലെഗസിയും അല്ലെങ്കിൽ ഇമ്പീരിയലിസമാണ് എങ്ങനെയാണ് ഈ ടൂറിസം ഡൈനാമിക്സിനെയും പവർ റിലേഷൻസിനെയും കൾച്ചറൽ റെപ്രസെൻറ്റേഷൻസിനെയും ഒക്കെ ഷേപ്പ് ചെയ്യുന്നത് എന്ന്. ഇറ്റ് ഹൈലൈറ്റ്സ് ആ commodification of culture, exoticization of the other and the inequalities in tourism development. അതുപോലെ തന്നെ ഇത് മെയിൻലി ഹൈലൈറ്റ് ചെയ്യുന്ന കമ്മോഡിഫിക്കേഷൻ ഓഫ് കൾച്ചർ, നമ്മുടെ കൾച്ചറിന്റെ കമ്മോഡിഫിക്കേഷൻ, അതുപോലെ തന്നെ എക്സോട്ടൈസേഷൻ ഓഫ് അതർ, അതുപോലെ ഇൻക്വാളിറ്റീസ് ഇൻ ടൂറിസം ഡെവലപ്മെന്റ്, ഇതിനെയൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. In the context of tourism, post-colonial theory critiques the dominance of Western perspective and narratives in shaping tourist experiences and representations, emphasizing the need for decolonizing tourism practices and പ്രൊമോട്ടിംഗ് ഇൻഡിജിനിയസ് വോയിസസ് ആൻഡ് പെർസ്പെക്റ്റീവ്. അപ്പോൾ ഈ ടൂറിസം, ഈ പോസ്റ്റ് കൊളോണിയൽ തിയറിയുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ ടൂറിസം എന്ന് പറയുന്ന ഒരു കണ്ടക്സ്റ്റിൽ പറയുമ്പോൾ ഈ മെയിൻലി പോസ്റ്റ് കൊളോണിയൽ തിയറി ഒരു ക്രിട്ടിക്കാണ്. അതായത് വെസ്റ്റേൺ പെർസ്പെക്റ്റീവിൻ്റെ ഒരു ഡോമിനൻസിൻ്റെ ഒരു ക്രിട്ടിക്കായിട്ടാണ് ഇവിടുത്തെ ഈ ഇൻഡിജീനിയസ് വോയിസസ് ആൻഡ് പെർസ്പെക്റ്റീവിനെ പ്രൊമോട്ട് ചെയ്യുകയും ഈ പറയുന്ന എംഫസൈസിങ് ദ നീഡ് ഫോർ ഡീകൊളോണൈസിങ് ടൂറിസം പ്രാക്ടീസസ്, ഈ ടൂറിസം പ്രാക്ടീസസ് ഒക്കെ ഡീകൊളോണൈസ് ചെയ്യണം എന്നുള്ള അതിൽ മെയിൻലി എംഫസൈസ് ചെയ്യുന്ന ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവാണ് ഈ നമ്മളുടെ പോസ്റ്റ് കൊളോണിയൽ തിയറി. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ട് ഈ പറയുന്ന ഡോമിനൻസ്, വെസ്റ്റേൺ പെർസ്പെക്റ്റീവിൻ്റെ ഒരു ഡോമിനൻസിൻ്റെ ഒരു ക്രിട്ടിക്കായിട്ടാണ് പോസ്റ്റ് കൊളോണിയൽ തിയറി വരുന്നത്. ഓക്കെ, then cultural studies. Cultural studies approach tourism as a cultural practice embedded within broader social, political and economic context. അപ്പോൾ ഈ കൾച്ചറൽ സ്റ്റഡീസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കൾച്ചറൽ സ്റ്റഡീസ് അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൂറിസത്തിനെ എങ്ങനെയാണ് കാണുന്നത്, ആസ് എ കൾച്ചറൽ പ്രാക്ടീസ്, ഒരു കൾച്ചറൽ പ്രാക്ടീസസ് ആണ് എംബഡഡ് വിത്തിൻ ബ്രോഡർ സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കോണമിക് കണ്ടക്സ്റ്റ്. ഒരു ബ്രോഡർ ആയിട്ടുള്ള സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കോണമിക് കണ്ടക്സ്റ്റിലുള്ള ഒരു കൾച്ചറൽ പ്രാക്ടീസ് ആണ് ടൂറിസം എന്നാണ് കൾച്ചറൽ സ്റ്റഡീസ് കാണുന്നത്. It examines the production, consumption and representation of tourism experiences and identities and meanings. അപ്പോൾ ഇത് മെയിൻലി പ്രൊഡക്ഷൻ, കൺസംഷൻ, റെപ്രസെൻറ്റേഷൻ ഓഫ് ടൂറിസം എക്സ്പീരിയൻസസ്, ഐഡന്റിറ്റീസ്, മീനിങ്സ് ഇതിനെല്ലാം എക്സാമിൻ ചെയ്യുന്നത്. In the context of tourism, the cultural studies explore issues such as authenticity, heritage preservation,
and cultural commodification, interrogating how tourism shapes local identities, landscape and communities. ഇപ്പോൾ ഈ ഒരു കൾച്ചറൽ സ്റ്റഡീസിൻ്റെ കണ്ടക്സ് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കൾച്ചറൽ സ്റ്റഡീസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്യൂസ്, ഒതൻറ്റിസിറ്റി, ഹെറിറ്റേജ് പ്രിസർവേഷൻ, കൾച്ചറൽ കമ്മോഡിഫിക്കേഷൻ, ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ആണ് ഇത് എക്സ്പ്ലോർ ചെയ്യുന്നത് കൾച്ചറൽ സ്റ്റഡീസ്. ഹൗ ടൂറിസം ഷേപ്സ് ലോക്കൽ ഐഡന്റിറ്റീസ്, ലാൻഡ്സ്കേപ്പ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. എങ്ങനെയാണ് ടൂറിസം ഒരു സ്ഥലത്തെ ലോക്കൽ ഐഡന്റിറ്റീസിനെയും ലാൻഡ്സ്കേപ്പിനെയും കമ്മ്യൂണിറ്റീസിനെയും ഒക്കെ ഷേപ്പ് ചെയ്യുന്നത്. അതിലൊക്കെയാണ് ഈ പറയുന്ന കൾച്ചറൽ സ്റ്റഡീസ് എന്ത് ചെയ്യുന്നത്, എംഫസൈസ് ചെയ്യുന്നത്. ഓക്കെ. Then tourist behavior and motivations. Tourist behavior and motivations vary widely, influenced by factors such as socio-economic status, culture and personal preferences. അപ്പോൾ ഈ ടൂറിസ്റ്റ് ബിഹേവിയർ മോട്ടിവേഷൻസും വേരി വൈഡ്ലി, ഇങ്ങനെ വൈഡ്ലി ഓരോ സ്ഥലത്ത് ചെല്ലുന്തോറും ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കുക. അതെന്താണ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫാക്ടേഴ്സ്. ഓരോ സ്ഥലത്തെയും സോഷ്യോ എക്കോണമിക് സ്റ്റാറ്റസ്, കൾച്ചർ, പേഴ്സണൽ പ്രിഫറൻസ്, ഇതിനനുസരിച്ച് ടൂറിസ്റ്റ് ബിഹേവിയറും മോട്ടിവേഷൻസും മാറിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലല്ല. Tourists may seek relaxation, adventure, cultural immersion or spiritual enlightenment, leading to diverse travel patterns and destination choices. അപ്പോൾ ഈ ടൂറിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താണ്, ടൂറിസ്റ്റ് മേ സീക്ക് എന്തൊക്കെ, റിലാക്സേഷൻ, അഡ്വഞ്ചർ, കൾച്ചറൽ ഇമ്മേഷൻ ഓർ സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ്. അവർക്ക് പലതരത്തിലുള്ള ഇതുണ്ട്. റിലാക്സേഷന് വേണ്ടി പോകുന്നവരുണ്ട്, കൾച്ചറൽ ഇമ്മേഷന് അല്ലെങ്കിൽ സ്പിരിച്വൽ എൻലൈറ്റ്മെന്റിന് പോകുന്നവരുണ്ട്, അപ്പം ഈ അഡ്വഞ്ചറിന് പോകുന്നവരുണ്ട്. അപ്പോൾ ഇത് എന്താണ്, ഇവർക്ക് ഡൈവേഴ്സ് ട്രാവൽ പാറ്റേണിലേക്ക് ഇത് നയിക്കും. ഇപ്പം നമ്മളൊരു 4 പേരുണ്ട്. ഒരാൾക്ക് കൾച്ചറൽ ഉള്ളൊരു സ്ഥലം കാണണം, മറ്റൊരാൾക്ക് അഡ്വഞ്ചർ സ്ഥലത്ത് പോകണം, വേറൊരാൾക്ക് എന്താണ് കുറച്ച് റിലാക്സ് സ്ഥലത്ത് പോകണം, അപ്പം അല്ലെങ്കിൽ ഒരാൾക്ക് സ്പിരിച്വൽ സ്ഥലത്ത് പോകണം. അപ്പം 4 പേരും കൂടെ ഒരു സ്ഥലത്ത് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ട്രാവൽ പാറ്റേൺ ആകും അവിടെ, അല്ലേ? ഡെസ്റ്റിനേഷൻ ചോയ്സസും ഡൈവേഴ്സ് ആകും. അപ്പോൾ അത് ഉണ്ടാകുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ടൂറിസ്റ്റ് ബിഹേവിയർ ആൻഡ് മോട്ടിവേഷൻസ് ഈസ് എസെൻഷ്യൽ ഫോർ ഡെസ്റ്റിനേഷൻ പ്ലാനിങ്, marketing strategies and product development, as it enables tourism stakeholders to tailor experiences and offerings to meet the needs and preferences of different market segments. അപ്പോൾ ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള രീതിയിലല്ലേ ഇപ്പം ഡെസ്റ്റിനേഷൻ പ്ലാനിങ്ങും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും. ഓക്കെ. അണ്ടർസ്റ്റാൻഡിങ് ടൂറിസ്റ്റ് ബിഹേവിയർ ആൻഡ് മോട്ടിവേഷൻസ്, ഈ പറയുന്ന ടൂറിസ്റ്റ് ബിഹേവിയറും മോട്ടിവേഷൻസും മനസ്സിലാക്കുക എന്നുള്ളത് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഡെസ്റ്റിനേഷൻ പ്ലാനിങ് നടത്താനും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിലും ഇതൊക്കെ ഈ പറയുന്ന കാര്യം നമ്മൾ നോക്കി കാണേണ്ടതാണ് എന്നാണ് പറയുന്നത്. ആസ് ഇറ്റ് ഇനേബിൾസ് ടൂറിസം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു ടൈലർ എക്സ്പീരിയൻസസ് ആൻഡ് ഓഫറിംഗ്സ് ടു മീറ്റ് ദ നീഡ്സ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ഡിഫറെന്റ് മാർക്കറ്റ് സെഗ്മെന്റ്സ്. ഓക്കെ. അപ്പോൾ ടൂറിസ്റ്റ് ബിഹേവിയർ മോട്ടിവേഷൻസ് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. Then destination development and management. Destination development and management involve a range of activities aimed at enhancing the attractiveness, competitiveness and sustainability of tourist destination. അപ്പോൾ ഈ ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. എന്തിന് എയിം ചെയ്തുള്ള ഒരു സ്ഥലത്തിന്റെ അട്രാക്റ്റീവ്നെസ്സും കോമ്പറ്റീറ്റീവ്നെസ്സും അവിടുത്തെ സസ്റ്റൈനബിലിറ്റിയും ഒക്കെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷന്റെ വളർത്താൻ വേണ്ടിയുള്ള, എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയുള്ള റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതിലെന്തൊക്കെ വരാം? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരാം, എൻവയോൺമെന്റൽ കൺസർവേഷൻ വരാം, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, ഡെസ്റ്റിനേഷൻ ബ്രാൻഡിങ്, ഇതെല്ലാം വരാം. ഓക്കെ. എഫക്റ്റീവ് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് റിക്വയർസ് കൊളാബറേഷൻ ആൻഡ് കോർഡിനേഷൻ among multiple stakeholders including government agencies, private sector business, local communities and non-profit organization to ensure balanced growth and responsible tourism practices. അപ്പോൾ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്? ഒരു കൊലാബറേഷൻ ആണ് അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ ആണ് മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ. അതിൽ ഗവൺമെന്റ് ഏജൻസീസും പ്രൈവറ്റ് സെക്ടേഴ്സും ബിസിനസ്സും ലോക്കൽ കമ്മ്യൂണിറ്റീസും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇവരെല്ലാം ചേർന്ന് ഒന്നിച്ചൊരു കോർഡിനേഷനിലും കൊലാബറേഷനിലും പോയെങ്കിൽ മാത്രമേ ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിൾ ടൂറിസം പ്രാക്ടീസസ് ഇവിടെ കൊണ്ടുവരാൻ എൻഷുർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എഫക്റ്റീവ് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റിന് അത്രയും കാര്യങ്ങൾ വേണം എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന ഗവൺമെന്റും മറ്റു കാര്യങ്ങളും, ഗവൺമെന്റും നോൺ ഗവൺമെന്റും എല്ലാവരും ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ഈ ടൂറിസത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു കാര്യം മാനേജ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വേ തുറന്നു വരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ. നമുക്കിനി ടൂറിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കുറച്ച് സോഷ്യോളജിസ്റ്റുകൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആദ്യം ഡീൻ മെക്കാനൽ, അദ്ദേഹത്തിൻ്റെയാണ് ദ ടൂറിസ്റ്റ് എന്ന് പറയുന്ന വാക്ക് 1976 ഇതിലാണ് ആദ്യം ടൂറിസ്റ്റിക് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ ടൂറിസ്റ്റിക് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീൻ മെക്കാനൽ. ദെൻ ജോൺ ഉറി എന്ന് പറയുന്നത് ദ ടൂറിസ്റ്റ് ഗേസ്, ഇതിലാണ് ടൂറിസ്റ്റിക് ഗേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ജോൺ ഉറി. ദെൻ ഷാരോൺ സുഗിൻ എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്സ് ഓഫ് പവർ, അനലൈസ്ഡ് അർബൻ ടൂറിസം ആൻഡ് ജെൻട്രിഫിക്കേഷൻ. അർബൻ ടൂറിസവും ജെൻട്രിഫിക്കേഷനുമാണ് അതിൽ മെയിൻലി ഫോക്കസ് ചെയ്തത്. ലാൻഡ്സ്കേപ്സ് ഓഫ് പവർ ബൈ ഷാരോൺ സുഗിൻ. ദെൻ ക്രിസ് റോജക്,
വേസ് ഓഫ് എസ്കേപ്പ് എന്ന് പറയുന്ന വർക്കുണ്ട്. എക്സാമിൻ്റെ ടൂറിസം ആസ് എ ഫോം ഓഫ് എസ്കേപ്പ്. ടൂറിസം എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എസ്കേപ്പ്, പലതിൽ നിന്നുമുള്ള ഒരു എസ്കേപ്പ് ആയിട്ടാണ് ടൂറിസത്തിനെ കാണുന്നത്. അത് ക്രിസ് റൊജക്കിൻ്റെ ആണ് വേസ് ഓഫ് എസ്കേപ്പ്. അതിലാണ് ടൂറിസത്തിനെ ആസ് എ ഫോം ഓഫ് എസ്കേപ്പ് എന്ന് കാണുന്നത്. ദെൻ ജെറമി ബോയ്സ്വൈൻ, അദ്ദേഹത്തിൻ്റെ ടൂറിസം ആൻഡ് ഡെവലപ്മെൻറ്റ് 1996 എക്സ്പ്ലോർഡ് ടൂറിസംസ് ഇമ്പാക്റ്റ് ഓൺ ലോക്കൽ കമ്മ്യൂണിറ്റീസ്. ടൂറിസം എത്രത്തോളമാണ് ഒരു ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതെന്നാണ് ടൂറിസം ആൻഡ് ഡെവലപ്മെൻറ്റ് 1996 ജെറമി ബോയ്സ്വൈൻ. ദെൻ ഈ പറയുന്ന കൺസെപ്റ്റ് ടൂറിസ്റ്റിക് കോൺഷ്യസ്നസ് ആരുടെയാണെന്ന് നോക്കുക, ടൂറിസ്റ്റ് ഗെയ്സ്. ഓക്കെ, അതെല്ലാം നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ടൂറിസം ആസ് എ ഫോം ഓഫ് എസ്കേപ്പ് എന്ന് പറഞ്ഞത് ക്രിസ് റൊജക്. സോ ഇത്രയാണ് ടൂറിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. സോ നമുക്കിനി നെക്സ്റ്റ് കൺസെപ്ഷൻ എന്ന് പറയുന്നൊരു പോർഷനും കൂടെ ഉള്ളൂ. അതും കൂടെ കഴിയുമ്പോൾ നമ്മളുടെ ടോട്ടൽ ഈ ഒരു യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട പോർഷൻസ് നമ്മൾ കവറപ്പ് ആകും. ദെൻ അതിനുശേഷം നമ്മൾ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് എന്ന് പറയുന്നത് ഇതുവരെയുള്ള ഈ പോർഷനിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള കൺസെപ്റ്റുകളും അത് പറഞ്ഞ വ്യക്തികളും ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു വേറെ മോഡ് ഓഫ് ക്ലാസ് ആയിരിക്കും അത്. ഈ ഒരു രീതിയിൽ തന്നെ ആണെങ്കിൽ തന്നെയും നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടല്ല, ഡയറക്റ്റ് ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു രണ്ട് ക്ലാസ്സസ് കാണും, 1-2 ക്ലാസ്സസ് കാണും. സോ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഈ ഒരു യൂണിറ്റിലെ എല്ലാ ഏരിയയും കവറപ്പ് ചെയ്ത് വരുന്ന ഒരു ക്ലാസ് ആണ്. ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്, പക്ഷെ അത് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. ആ ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക, ശ്രമിക്കുക. സോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് താങ്ക് യു.